മറ്റു വാർത്തകളിലേക്ക്. പഞ്ചാബിലെ അമൃത്സറിൽ വ്യാജമദ്യം കഴിച്ച് 15 പേർ മരിച്ചു. 6 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. പ്രധാന വിതരണക്കാരനായ ഒരാളടക്കം 4 പേരെ പോലീസ് പിടികൂടി. വിവരങ്ങളുമായി ഷംന. ശരിയാണ് ഷംന, എന്താണ് സംഭവിച്ചത്? കൂടുതൽ ആളുകൾ മദ്യം കഴിച്ചവരുടെ കൂട്ടത്തിലുണ്ടോ? രഞ്ജിത്ത്, ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതായത് 5 ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് ഈ മദ്യം കഴിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത്. ഇന്നലെ രാത്രി 9:30 കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത്. 9:30 കൂടിയാണ് പോലീസിനും അതുപോലെ മെഡിക്കൽ വിഭാഗങ്ങൾക്കും ഇത്തരത്തിൽ അറിയിപ്പ് ലഭിക്കുന്നത്. ഇതുവരെ 15 പേർ മരിച്ചു. ഒപ്പം തന്നെ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന 6 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതല്ലാതെ മറ്റുള്ളവരെ കൂടി പരിശോധന നടത്തുകയാണ്. നിലവിൽ രോഗലക്ഷണങ്ങൾ കാണിക്കാത്ത, മറ്റ് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തവരെ കൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ ഓരോരുത്തരുടെയും ശരീരത്തിലെ പ്രതിരോധ ശേഷി അത് വേറെ തരത്തിലാണ്, പല തരത്തിലാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ലക്ഷണങ്ങൾ ഇല്ലാത്തവരെ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. എന്തായാലും ഈ മരണസംഖ്യ ഇനി ഉയരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുന്നുണ്ട്. ഓരോ വീടുകളിലും കയറി ബോധവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ചെന്ന് അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അമൃത്സർ SP അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ പ്രധാന വിതരണക്കാരനായ ഒരാളടക്കം 4 പേരാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. എവിടെ നിന്നാണ് മദ്യം എടുക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്നും ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഈ മരണസംഖ്യ, അത് ഈ 6 പേരുടെ നില ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യത്തിൽ മരണസംഖ്യ ഉയരുമോ എന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും 15 പേർ മരിച്ച ഒരു വലിയ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഏറെ ദുഃഖമുള്ള ഒരു വാർത്ത തന്നെയാണ് പഞ്ചാബിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. രാത്രി 9:30 കൂടിയായിരുന്നു ഈ അപകടം എന്നാണ് മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത്, എത്ര പേർ ഈ ആളുടെ പക്കൽ നിന്ന് മദ്യം കഴിച്ചു? 6 പേരുടെ നില ഇപ്പോൾ ഗുരുതരമാണെന്ന് മനസ്സിലാകുന്നു. കൂടുതൽ ആളുകൾക്ക് ഒരുപക്ഷെ ഗുരുതരാവസ്ഥ എത്താനുള്ള പശ്ചാത്തലമുണ്ട്. ഇയാളൊരു സ്ഥിരം ഈ ആളുകൾ ഇയാളുടെ പക്കൽ നിന്ന് മദ്യം വാങ്ങി കഴിക്കുന്നവരാണോ? അത്തരം കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ ഷംന? രഞ്ജിത്ത്, എത്ര പേർ ഇതുവരെ ഈ മദ്യഷോപ്പിൽ നിന്നും മദ്യം കഴിച്ചു എന്നതിൽ വ്യക്തത ലഭിച്ചിട്ടില്ല. എങ്കിലും 5 ഗ്രാമങ്ങളിൽ നിന്നുള്ള നിരവധി പേർ മദ്യം കഴിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നിന്നും വന്നുപോയ മദ്യം കഴിച്ച എല്ലാവരെയും വിശദമായി തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രത്യേക മെഡിക്കൽ ബോർഡിനെ കൂടി ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലക്ഷണങ്ങൾ കാണിക്കാത്തവരെ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ കൃത്യമായ കണക്ക് കണ്ടെത്താൻ കഴിയാത്തത് ഒരു വെല്ലുവിളിയാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സമീപത്തെ ഓരോ വീടുകൾ ചെന്ന് കയറി അന്വേഷണം നടത്തുന്നതും. ഒപ്പം തന്നെ ഈ വിതരണക്കാരൻ, ഇതിന്റെ പ്രധാന വിതരണക്കാരനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ മുൻപ് ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഇയാൾ എവിടെ നിന്നാണ് മദ്യം കൊണ്ടുവരുന്നത്? അവിടെ എന്തെങ്കിലും അപകടങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇക്കാര്യങ്ങളിൽ അടക്കം അന്വേഷണം പുരോഗമിക്കുകയാണ്. രഞ്ജിത്ത്, ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പഞ്ചാബിലാണ് മദ്യ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. 15 ആളുകൾ ഇതുവരെ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. 6 പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ്.